നമസ്കാരം. പരിപൂർണനായ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ ശാരീരികമായ അവശത അനുഭവിക്കുന്ന ധാരാളം ഹതഭാഗ്യർ ഈ ഭൂമിയിലുണ്ട്. പരസഹായം കൂടാതെ ജീവിതം പൂർത്തിയാക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിർഭാഗ്യവശാൽ പലർക്കും അതിന് സാധിക്കുന്നില്ല. അത്തരം വ്യക്തികളെ കണ്ടെത്തുകയും അവർക്ക് കസ്റ്റമൈസ്ഡ് വീൽ ചെയർ നൽകുകയും അതോടൊപ്പം അവർക്കൊരു തൊഴിലവസരം കൂടി നൽകുകയും ചെയ്യുന്ന വീൽ ചെയർ രമേശൻ നായർ സാറിനെയാണ് വ്യൂ പോയിന്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുന്നത്. രമേശ് സാർ, നമസ്കാരം. നമസ്കാരം. വീൽ ചെയർ എന്ന പേരിൽ അറിയപ്പെടാനാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ട്. എന്താണ് അതിന് പിന്നിൽ? വൈ യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ആസ് ടു നോൺ ടു ദി പബ്ലിക് ആസ് വീൽ ചെയർ? Generally, when you look, nobody is known by a machine's name. Everybody has a personal name, but it so happened, സ്വയം വരുത്തി വെച്ചതല്ല, വീൽ ചെയർ എന്ന് പറഞ്ഞ് അവസാനം എല്ലാവരും എന്നെ വീൽ ചെയർ എന്ന് നാമകരണം ചെയ്തു. I am only happy about it. Now, I am more known by name വീൽ ചെയർ than രമേശ് നായർ. That's it. തീർച്ചയായും വീൽ ചെയർ എന്നറിയപ്പെടാനാണ് ആഗ്രഹം. തീർച്ചയായും. നമുക്ക് തുടക്കത്തിലേക്ക് പോകാം. എന്തെങ്കിലും ഒരു ബിസിനസ്സുകാരനാണല്ലോ. അതെ. ഒരു ബിസിനസ് പാരമ്പര്യത്തിലുള്ള കുടുംബത്തിലാണോ ജനിച്ചത്? അല്ല. ഒന്ന് കുടുംബ പശ്ചാത്തലം ആദ്യകാലവും. ഇൻഫാക്ട് ബിസിനസ്സിലേക്ക് കയറി വരാൻ ഒരു റീസണും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഫാമിലിയിൽ ആരും അങ്ങനെ ഒരു ബിസിനസ് ചെയ്ത ഒരു ചരിത്രവുമില്ല. ബട്ട് ഐ ഹാഡ് എ യങ്ങർ ബ്രദർ കോൾഡ് രാജേഷ്. ഒരു 12 വയസ്സ് വരെ അദ്ദേഹം ഒരു നോർമൽ കുട്ടിയെ പോലെ ആയിരുന്നു. 12 വയസ്സിന് ശേഷം അദ്ദേഹത്തിൻ്റെ നടത്തത്തിൽ വ്യത്യാസം വരാൻ തുടങ്ങി. ഇറ്റ് വെൻ ടു ദാറ്റ് സ്റ്റേജ് വാക്കറും കഴിഞ്ഞ് വീൽ ചെയറിലേക്ക് മാറാൻ ഒരു ആവശ്യം, നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. ആ ഒരു സിറ്റുവേഷനിൽ ദർ വാസ് ഓൺലി വൺ വേ ഔട്ട് ടു ഗെറ്റ് ഹിം എ വീൽ ചെയർ വിച്ച് ഈസ് പവർഡ്, മോട്ടോർ വീൽ ചെയറുകൾ. അന്ന് ഇന്ത്യയിൽ ഇതൊന്നും ലഭ്യമായിരുന്നില്ല. അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി പോവുകയായിരുന്നു. 1-2 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ സർവീസിൻ്റെ ഓരോ ഇഷ്യൂകൾ വരാൻ തുടങ്ങി. അന്വേഷിച്ച് നടന്ന് നമുക്ക് ഒരു ടെക്നീഷ്യനെ കിട്ടുന്നില്ല റിപ്പയർ ചെയ്യാൻ വേണ്ടി. ആൻഡ് ഫൈനലി ഒരാളെ കണ്ടുപിടിച്ചു ചെന്നൈയിൽ നിന്ന്. അത് വെച്ച് റിപ്പയർ ചെയ്യാനൊക്കെ പഠിച്ചു. അപ്പോൾ എൻ്റെ ബ്രദർ ചോദിക്കുകയായി, ബ്രദർ, വൈ ഡോണ്ട് യു see my smile and give that smile to everyone else who is underprivileged, who has been discriminated just because they are physically challenged. I said, no, this is not my kind of living. I don't want to do that. And then one day my wife said, if you don't do that, who else is going to do that? That made me, what you call, agitated. And from there I started the wheelchair ബിസിനസ്. ആൻഡ് ഇപ്പോൾ ശരിയായി പറയുകയാണെങ്കിൽ കസ്റ്റമൈസേഷൻ ഓഫ് വീൽ ചെയർ ആണ് ഞാൻ ചെയ്യുന്നത്. എന്താണ് കസ്റ്റമൈസേഷൻ ഓഫ് വീൽ ചെയർ? ഒരു ടൈലറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷർട്ട് നിങ്ങളുടെ അളവിനനുസരിച്ച് തുന്നിത്തരും. വീൽ ചെയറിൽ അത്തരം ഒരു കൺവീനിയൻസ് ഇതുവരെയും ലഭ്യമല്ല. പലർക്കും വളരെ സ്ഥൂലിച്ച ശരീരമായിരിക്കും, കൈ പൊങ്ങുന്നില്ല. നോക്കൂ, ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ജോയ്സ്റ്റിക്ക് വരെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക്, അവർക്ക് താടി കൊണ്ട് ഓടിക്കേണ്ട വീൽ ചെയർ കൊടുക്കേണ്ടി വരും. ഉയരം കൂടിയ ആൾക്കാർ, 3 അടി 2 അടിയുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ സ്പെഷ്യൽ വീൽ ചെയറുകൾ തന്നെ കസ്റ്റമൈസേഷൻ. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് മീ പോപ്പുലർ amongst the big hospitals and such rehabilitative centers in Kerala. In fact, ഒരു പ്രൈം എക്സാമ്പിൾ ഈസ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട അടുത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ NIPMR. അവിടുത്തെ വീൽ ചെയറുകൾ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ വീൽ ചെയറാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, ഓൾ കസ്റ്റമൈസ്ഡ്. ആൻഡ് പ്രോബബ്ലി ആ ലോകത്തിൽ അത്തരം കുട്ടികളുള്ള കുട്ടികൾക്കും അറിയാം കസ്റ്റമൈസേഷൻ എത്ര വിലപ്പെട്ടതാണ്. നൗ
ഐ ഡു ഓൺലി കസ്റ്റമൈസേഷൻ. വീൽ ചെയർസ് യെസ് വി ഡു സെൽ, പക്ഷേ അതിലല്ല താല്പര്യം. കസ്റ്റമൈസ്ഡ് വീൽ ചെയർസ്, കസ്റ്റമൈസ്ഡ് ബാത്റൂം ഫെസിലിറ്റീസ്, ഒരാളെ പിടിച്ച് കട്ടിൽ നിന്ന് പൊക്കിയെടുത്ത് വീൽ ചെയറിലേക്ക് വെക്കുന്ന മെഷീൻസ്, പേഷ്യൻ്റ് ഹോയിസ്റ്റുകൾ, കാറിൻ്റെ അകത്തേക്ക് വെക്കുന്ന മെഷീനുകൾ, ഇത്തരം ഒരു മേഖലയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതെങ്ങനെയെങ്കിലും ഇങ്ങനെ ചെയ്യണമെന്നൊരു ഏതെങ്കിലും മോഡൽ കണ്ട് ചെയ്താണോ, അല്ല ഒരു ഇൻസ്പിറേഷനിൽ യു സ്റ്റാർട്ടഡ്? ഇതിൻ്റെ റിയൽ സീഡ് വന്നത് എൻ്റെ സ്വന്തം ബ്രദറിൽ നിന്നാണ്. നൗ ഒരു കസ്റ്റമറും ഒരു പേഷ്യൻറ്റും പറയുന്ന അവരുടെ ആവശ്യങ്ങളായിരിക്കും നമുക്ക് ഇത് പ്രൊഡക്റ്റുകളായിട്ട് മാറ്റുന്നത്. ബേസിക്കലി ടെക്നോളജി ഹാസ് കം ടു ദാറ്റ് ലെവൽ. നിങ്ങൾക്ക് എന്ത് ആവശ്യപ്പെട്ടാലും നിർമ്മിച്ച് തരാനുള്ള ടെക്നോളജി ഇന്ന് ലഭ്യമാണ്. നോബഡി എവർ ഡസ് ദാറ്റ് ബിക്കോസ് ദ മാർക്കറ്റ് ഈസ് വെരി 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 സ്മോൾ. കസ്റ്റമൈസേഷൻ പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്, മാസീവ് പ്രൊഡക്ഷൻ അല്ല. കസ്റ്റമൈസ്ഡ് വീൽ ചെയർസ് ഒക്കെ പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആവും. മാസ് പ്രൊഡക്ഷനിൽ വരുന്ന പോലെയല്ല, ഒരാൾക്ക് വേണ്ടി പ്രത്യേകം മണിക്കൂറുകളോളം ചിലവാക്കി ചെയ്ത് ഉണ്ടാക്കുന്ന ചെയറുകളാണ്. അക്കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തുകൊണ്ട് ടെക്നോളജിയെ നിങ്ങളുടെ ആവശ്യത്തിനായി ഉപകരിപ്പിച്ചുകൂടാ എന്നൊരു തിങ്കിങ് ആണ് വരുന്നത്. ആൻഡ് പ്രോബബ്ലി നാളെ നിങ്ങൾക്ക് നെറ്റ് കൊണ്ട് ഓടിക്കേണ്ട വീൽ ചെയർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരാളെ ഉണ്ടാവുള്ളൂ. വിൽ ഡു ദാറ്റ്, വി വിൽ ഡു ദാറ്റ്. താടി കൊണ്ട് ഓടിക്കേണ്ട വീൽ ചെയർ പറ്റും. ക്വാഡ്രിപ്ലീജിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, കയ്യും കാലും തളർന്നിരിക്കുന്നവർ. വി ഹാവ് ഗിവൺ ലോട്ട് ഓഫ് ചിൻ ഡ്രിവൻ വീൽ ചെയർ ഫോർ ദോസ് കൈൻഡ് ഓഫ് പേഷ്യൻസ്. രമേശ്, വേറൊരു ചോദ്യം. ഇതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വീൽ ചെയർ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ആ ഏരിയയിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓൺലി? നൺ ഓഫ് ദ വീൽ ചെയർസ് ആർ ബീങ് മെയ്ഡ് ഇൻ ഇന്ത്യ. അതിൻ്റെ ക്രിട്ടിക്കൽ കോമ്പോണൻറ്റ്സ് ലൈക്ക് ദ മോട്ടോർ, ദ ജോയ്സ്റ്റിക്, ദ കൺട്രോൾ ബോക്സ് എല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഇന്ത്യയിലുള്ള സാങ്കേതിക വിദ്യ ലഭ്യമാവാതെയല്ല, അതിനുള്ളൊരു മാസ് പ്രൊഡക്ഷനുള്ള ഒരു വലിയ മാർക്കറ്റില്ല. ലോകത്തിൽ ഒരു പക്ഷേ 3-4 കമ്പനികൾ മതി ലോകം മുഴുവൻ വീൽ ചെയറുകൾക്ക് ആവശ്യമായ മോട്ടറുകളും കൺട്രോൾ ബോക്സും കൊടുക്കാൻ. ഇവിടെയുള്ള എല്ലാ കമ്പനികളും ഇവിടെ വന്ന് അസംബിൾ ചെയ്യുന്നതാണ്. ആ അസംബിൾഡ് വീൽ ചെയർസിന് ഞങ്ങൾ കസ്റ്റമൈസേഷനാണ് ഞങ്ങളുടെ പരിപാടി. വി ടേക്ക് ദ വീൽ ചെയർസ് ഫ്രം ദ കമ്പനീസ് ലൈക്ക് കർമ്മ, തേർഡ് ലെഗ് മൊബിലിറ്റി, ദർ ആർ സോ മെനി കമ്പനീസ്, വെർമാരൻ, പല കമ്പനികളുമുണ്ട്. They all give us the wheelchairs and we customize them taking your measurement. Basically, we don't do anything on motor, on joystick or control box. We don't do that. എന്തായാലും ഇത്രയും കാലത്തിനിടയിൽ ഓർമ്മിക്കത്തക്ക ചില ആൾക്കാർ ഏതെങ്കിലും വീൽ ചെയർ ഉപയോഗിച്ച് അങ്ങേക്ക് വളരെ അങ്ങനല്ല ഒരു സംതൃപ്തി ഉണ്ടാവുമല്ലോ, അവർക്ക് ഇത്രയും ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള 1-2 ഇൻസിഡൻസ് ഒന്ന് പറയാം. Well, there are so many. സിസ്റ്റർ നോബർട്ട് എന്ന് മരത്താക്കരയിൽ ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. At the age of 75, she had the chance of knowing me. She was totally bedridden. 50-55 കൊല്ലത്തോളം അൾത്താരയിൽ നിന്ന് വീണ് നട്ടലിന് ക്ഷതമേറ്റ് അവർ ടോട്ടലായിട്ട് ബെഡ്രിഡനാണ്. ഈ 75 വയസ്സിന് ശേഷമാണ് ഞാനൊരു വീൽ ചെയർ കൊടുക്കുന്നത്. To an extent, she started flying about in the whole കന്യാസ്ത്രീ മഠത്തിലും പള്ളിയിലും റോഡിലേക്കൊക്കെ പോയി തുടങ്ങി. ആൻഡ് എൻ്റെ അടുത്ത് അഭിമാനത്തോടു കൂടി പറഞ്ഞു, ഞാനാണ് ലോകത്തിലെ ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ. ആൻഡ് ഷി വാസ് സോ ഹാപ്പി. ഷീ ഈവൻ മെൻഷൻ വനിതയിലൊരു അഭിമുഖത്തിൽ എന്നെപ്പറ്റി പറയണ്ടായി, ഇദ്ദേഹം ദൈവതുല്യനാണെന്ന് പറഞ്ഞു. എന്തായാലും ഞാനല്ല അതിൻ്റെ കാര്യം, മെഷീനായിരുന്നു എന്നുള്ള കാര്യം. ഷീ ഈസ് നോ മോർ, ബട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ദ താങ്ക്ഫുൾ വേർഡ് ഷീ സെഡ് ടു മീ. ദർ ആർ സോ മെനി ലൈക്ക് ദാറ്റ്, സോ മെനി. കാലിക്കറ്റിലൊരു ഡോക്ടർ ഗൗതം പറഞ്ഞൊരു കുട്ടിയുണ്ട്, ഹോമിയോപ്പതിക്ക് പഠിക്കുന്നു. ഹീസ് ഓൺ മൈ ചെയർ ഫോർ ദ പാസ്റ്റ് 8-9 years. ഡോക്ടർ സുജിത്ത് പറഞ്ഞിട്ടൊരു ഡോക്ടറുണ്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ, ഹു ഈസ് ഡൂയിങ് ഹിസ് PG. ഹീസ് ഓൺ എ സ്റ്റാൻഡപ്പ് വീൽ ചെയർ. ഒരു ഡോക്ടർ ഇരുന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നൗ ഹീസ് ഓൺ എ സ്റ്റാൻഡപ്പ് വീൽ ചെയർ ആൻഡ് ഹി പെർഫോംസ് ഓൾ ഹിസ് routine things in the theatre. So many of them who gets my service. Pallium India, ഓക്കെ. ടെമ്പോ ട്രാവൽ ഡോക്ടർ രാജഗോപാലിൻ്റെ ചോദിച്ചാൽ മതി. അവിടുത്തെ 4-5 വീൽ ചെയറുകൾ വാഹനത്തിൽ കയറ്റുന്നത് എൻ്റെ വെഹിക്കിൾ ലിഫ്റ്റുകളാണ്. ഓക്കെ. ഒറ്റപ്പാലത്തൊരു ഡോക്ടർ മാധവനുണ്ട്. ഹി ആൾസോ ഹാസ് എ സിമിലർ തിങ്.
പലർക്കും പലവരുടെയും ആവശ്യങ്ങൾ വേറെ വേറെയാണ്. ആർക്കും അത്തരം ആവശ്യങ്ങൾ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കട്ടെ. ലെറ്റ് മി വെരി ഓണസ്റ്റ്ലി സേ നൺ ഓഫ് യു റിക്വയർ എനി ഓഫ് മൈ പ്രൊഡക്ട്സ്. ദാറ്റ് ഈസ് ദ വേൾഡ് ഐ വാണ്ട്. ബട്ട് ഇൻ കേസ് യു ഫൈൻഡ് സംബഡി എൽസ്, don't feel bad to refer me, because that is where you show them what exactly is customization എന്താണെന്ന് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം. And that makes them happy all throughout. Contented persons is what we get. സാർ, അതേപോലെ ഇപ്പോൾ ഈ അങ്ങയുടെ സർവീസുകൾ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന ആൾക്കാർക്കൊക്കെ ആവശ്യം വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതെവിടെ കേരളത്തിലും ഇന്ത്യയിലും ഔട്ട് സൈഡ് ഉണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ സർവീസുകൾ എവിടെയൊക്കെ? പലപ്പോഴും പേഷ്യൻസ് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മിക്കവാറും സ്ഥലങ്ങളിൽ ഈ കോവിഡ് ടൈംസിൽ നമ്മൾ വീഡിയോ കോളിൽ കൂടെ അളവെടുക്കാൻ പഠിച്ചു കഴിഞ്ഞു. വൺസ് അളവെടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സെൻറ്റ് എനിവേർ ഇൻ ഇന്ത്യ. ആൻഡ് ജനറലി കമ്പനീസ് ദാറ്റ് വി ഡീൽ ഹാവ് ഓൾ ഇന്ത്യ സർവീസ് നെറ്റ്വർക്ക്. ഒരു ടോൾ ഫ്രീ നമ്പറിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദ പേഴ്സൺ ഗോസ് ദർ ആൻഡ് സേ കമ്പനിയിലേക്ക് കർമ്മ ടോൾ ഫ്രീയിൽ അടിച്ച് അസാമിലാണെങ്കിലും ഗുവാഹട്ടിയിലാണെങ്കിലും ചണ്ഡീഗഡിലാണെങ്കിലും അവിടെ ആൾ വരും. ഇൻ കേസ് യു വാണ്ട് മൈ സർവീസ് എനിവേർ ഇൻ കേരള, വി ആർ റെഡി ടു ഡു ദാറ്റ്. ഇറ്റ് ഈസ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ് ഫോർ us. പ്ലീസ് റിമെമ്പർ, ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻക്ലൂഡിംഗ് ഇലക്ട്രിക് കാർ, ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് നീഡ്സ് വെരി ലിറ്റിൽ മെയിൻ്റനൻസ്. നമ്മൾ ഈ പെട്രോൾ എഞ്ചിൻ മാത്രമേ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. which is why we think of 18,000 ചെറിയ പാർട്സ് കൂടി ചേർത്ത് ഒരു വാഹനത്തെ ഉണ്ടാക്കുക. No, it's not required. Yes. It's a very different world, and more so, service is available all throughout Kerala. Even 3 days back, we were giving a wheelchair to Madurai. ഇന്നലെ കോൾ വന്ന് ചെന്നൈയിലാണ്. We definitely have to undertake, and പലപ്പോഴും ഓവർ ഫോൺ തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന പല the joystick is with a self-diagnosing device. Now ചിപ്പുകൾ വരെ വരുന്നുണ്ട്, ആൻഡ് ഐ ക്യാൻ ഡയഗ്നോസ് ദ തിങ്സ്. അവിടെ പോകണ്ട, ഇവിടെ തന്നെ സാധനം അയച്ചു കൊടുത്ത് മാറ്റിയിട്ടാൽ മതി. എത്ര വർഷമായി ഈ മേഖലയിൽ, ഈ വീൽചെയർ മേഖലയിൽ? ഓൾമോസ്റ്റ് 18 to 19 years ആയി കഴിഞ്ഞു. 19 years. We started with the advent of power wheelchairs in India. ഇന്ത്യയിലേക്ക് എന്നാണ് പവർ വീൽ ചെയർ വന്നത്, ആ കാലത്ത് തൊട്ട് തന്നെ ഞാനിവിടെയുണ്ട്. ബട്ട് ഇപ്പോൾ അത് പോപ്പുലറായി എന്നുള്ളൂ. മാർക്കറ്റ് ഹാസ് കം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമൂഹത്തെ സേവിക്കണം, ഇപ്പോൾ നമ്മൾ അൽട്രൂയിസം എന്ന് പറയുമല്ലോ, ഹെൽപ്പിംഗ് അതേഴ്സ്, ആ ഒരു സെൻസിൽ അങ്ങയുടെ ബിസിനസ്സിനെ കാണുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ മനുഷ്യനെ സഹായിക്കുന്നതാണത്ര ഏറ്റവും വലിയ കാര്യം. ഐ കം ആൻഡ് ടച്ച് അപ്പോൺ യുവർ ലൈഫ്. താങ്കളുടെ ജീവിതത്തിൽ വന്ന് ഞാൻ തൊടുകയാണ്. ദിസ് ഇസ് എ ഗ്രേറ്റ് തിങ് ഫോർ ദം. 4 ചുമരിൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസം കോവിഡ് കാലത്ത് സ്വന്തം വീട്ടിൽ മാത്രം ഇരുന്നിട്ട് എത്ര പ്രക്ഷുബ്ധമായിരുന്നു കേരളം. വി കനോട്ട് ഗോ ഔട്ട്. നൗ തിങ്ക് ഓഫ് ദ വൺസ് ഓൾ ത്രൂ ഔട്ട് ദർ ലൈഫ് ദേ ആർ ലൈങ് ലൈക്ക് ദാറ്റ്. ഇപ്പം ഇരിട്ടിയിലൊരു ഷാജി പറഞ്ഞൊരു കർഷകനുണ്ട്. 2-3 മാസമായി വീൽ ചെയർ വാങ്ങിച്ചിട്ട്. ഹീ സേസ് ഇത്തരം സാധനങ്ങൾ ജീവിതത്തിൽ നേരത്തെ വരേണ്ടതായിരുന്നു. ഇറ്റ് വുഡ് ഹവ് ചേഞ്ച്ഡ് ഹിസ് പ്രൈം യൂത്ത്. നൗ യൂത്തും കഴിഞ്ഞ് മധ്യവയസ്കനായപ്പോഴാണ് അദ്ദേഹത്തിന് ആ വീൽ ചെയർ കിട്ടിയത്. ഹി മൂവ്സ് അബൌട്ട്. സിമ്പിൾ. ഞാൻ വീൽ ചെയർ കൊടുക്കുന്ന ഒരു വ്യക്തിനെയും ഒരു രോഗിയായിട്ട് കാണില്ല. ഒരു സാധാരണ വ്യക്തിയെപ്പോലെ, വൈകല്യങ്ങളില്ലാത്ത, ഡിസേബിൾഡ് അല്ലാത്ത വ്യക്തിയെപ്പോലെ തന്നെ ഞാൻ കാണുള്ളൂ. ആൻഡ് ദേ ഷുഡ് കം ബാക്ക് ടു ലൈഫ്. ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടാതെ പോകുന്ന അവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു കസ്റ്റമൈസേഷൻ പറഞ്ഞല്ലോ, എത്ര സമയം എടുക്കും ഒരു കസ്റ്റമർ നിങ്ങളെ കോൺടാക്ട് ചെയ്തത്? സാർ, ജനറലി ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസബിലിറ്റി ഓഫ് ദ പേഷ്യൻറ്റ്. പലർക്കും പല രീതിയിലല്ല നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുക. ഇൻ എ ജനറൽ ഒരു മോഡിൽ പറയുകയാണെങ്കിൽ 10 to 15 days സാധാരണഗതിയിൽ കസ്റ്റമൈസേഷൻ എടുക്കും. സംടൈംസ് ഇറ്റ് ടേക്സ് മോർ. ചിലപ്പം പേഷ്യൻറ്റിനെ ഇരുത്തി ട്രയൽ നടത്തേണ്ടി വരും, എന്നിട്ട് വീണ്ടും റീഡൂ ചെയ്യേണ്ടി വരും. You come to that point where the customer is satisfied. കുറച്ചും കൂടെ കൂട്ടണം, കൈ ഉയർത്തണം, കൈ കുറച്ചും കൂടെ താഴ്ത്തണം. അത് ഇരുന്ന് കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ പേഷ്യൻറ്റിന് പറയാൻ പറ്റുള്ളൂ. അതുവരെയും ഞങ്ങൾ തയ്യാറാണ്. ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ
ഫിസിക്കൽ ഡിസബിലിറ്റി കൂടുക കുറയുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് വീണ്ടും റീഡ്യൂ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക. സർ അതേപോലെ ഇപ്പോൾ ഈ ഒരു വീൽ ചെയർ നമുക്ക് ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാറൻറ്റി അതേപോലെ എത്ര കാലത്തേക്കാണ് നിങ്ങൾ സർവീസ് ചെയ്യുക? ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാം. ആകെക്കൂടി വരുന്നത് 2 കാര്യങ്ങളാണ്. വൺ ഈസ് ദ വെയർ ആൻഡ് ടയർ ഓഫ് ദ ടയർ തേയ്മാനം വരും. അത് ഉപയോഗിക്കും തോറും ടയർ തേയ്മാനം ഉണ്ടാവും. ഐ എം ഓൺലി ഹാപ്പി ടു സീ ഒരു തേഞ്ഞ ടയർ കാണാൻ ഇഷ്ടമാണ്. ഉപയോഗിച്ച ആൾക്ക് തേഞ്ഞ ടയർ കാട്ടിത്തരാൻ പറ്റും. 2 ഈസ് ദ ബാറ്ററിയുടെ ലൈഫ് സാധാരണഗതിയിൽ ഒരു 3 തൊട്ട് 4 കൊല്ലം വരെ, ചിലപ്പോൾ 5 കൊല്ലം വരെ ലിഥിയം അയോൺ ബാറ്ററിയിൽ കിട്ടും. 5 കൊല്ലം കഴിഞ്ഞാൽ ബാറ്ററി മാറ്റുക തന്നെ വേണം. അതിനും സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. വണ്ടി വാങ്ങിച്ചിട്ട് ഞാൻ ഉപയോഗിക്കാതെ അവിടെ ഇരിക്കുന്നുണ്ട്, സുരക്ഷിതമായി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കരുതിക്കോളൂ, ബാറ്ററി ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഡു ദ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ് ഓൺ ആൻഡ് ഒരു ബ്രോഡ് ബേസിൽ പറയുകയാണെങ്കിൽ വീൽ ചെയർ ഹാസ് എ വാറണ്ടി ഓഫ് 1 ഇയർ ആൻഡ് ബാറ്ററി ഹാസ് എ വാറണ്ടി ഓഫ് 6 months. അതേപോലെ സാർ ഇപ്പോൾ ഇതൊരു ബിസിനസ്സാണ് നമുക്കറിയാം. ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു മാർജിൻ ഉണ്ടാവുമല്ലോ, അത് എങ്ങനെയാണ് സാർ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ? ഇതിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പല വ്യക്തികൾക്കും സ്വന്തമായി ഒരു എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ദേ റിക്വസ്റ്റ് ദ സപ്പോർട്ട് ഓഫ് സോ മെനി അതർ പേഴ്സൺസ്. ഒരിക്കൽ ചാരിറ്റി ഓർഗനൈസേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്രദേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സം റിലേറ്റീവ്സ് ഓർ എ ഫ്രണ്ട് ഓർ വാട്സപ്പ് കൂട്ടായ്മ, ഫേസ്ബുക്ക് കൂട്ടായ്മ, ഇങ്ങനെയൊക്കെ പല രീതിയിലായിരിക്കും ഇവർക്ക് സപ്പോർട്ട് ചെയ്യുക. അവരുടെ ബിഗ് മാഗ്നാനിമസ് മൈൻഡ് ടു സപ്പോർട്ട് ദിസ് ബോയ് വിത്ത് എ വീൽ ചെയർ ഇറ്റ് സെൽഫ് ഇസ് എ ഗ്രേറ്റ് നോബിൾ തിങ്. അവിടെ ആ മനസ്സിനെയാണ് ആദ്യം നമിക്കേണ്ടത്. they'll be given the lowest price in the sense just to sustain our office, sustain our employees, that we won't go begging, and that is the kind of margin. പലപ്പോഴും അവസാനത്തെ മിനിറ്റിലും എന്തെങ്കിലുമൊക്കെ വിട്ടു കൊടുക്കേണ്ടി വരും. ആൻഡ് പ്ലീസ് റിമെമ്പർ, ഈവൻ ഇഫ് യു ഡു ഓൾ ഇന്ത്യ സെയിൽ ചെയ്താൽ കൂടി ഒരു കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ജില്ലയിൽ ചെയ്യുന്ന സെയിലൊന്നും ഒരിക്കലും ഇതിൽ ലഭ്യമല്ല. ഇറ്റ് ഈസ് എ വെരി സ്മോൾ. So to say, let me put it this way around, 80% of the people who needs a wheelchair will not buy a power wheelchair, motor wheelchair വാങ്ങില്ല. വൺ റീസൺ, അവർ ടെമ്പററി ഹാൻഡിക്യാപ്പാണ്. എല്ലാം ഒടിഞ്ഞിട്ട് വീട്ടിൽ കിടക്കുന്ന 3 മാസമുള്ള ആൾ അല്ലെങ്കിൽ 4 മാസം കിടക്കേണ്ട ആൾ ഒരിക്കലും പവർ വീൽചെയർ വാങ്ങില്ല. ബാക്കി 20%, 15-16% വീൽചെയർ ഉപയോഗിക്കാൻ പറ്റില്ല. IQ ലെവൽ അത്രയും താഴെയായിരിക്കും. IQ ലെവൽ അവർക്ക് വാഹനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ദ റെസ്റ്റ് 4%ൻ്റെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ എത്ര പേർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. നൗ ദാറ്റ് വി ഹാവ് ടേക്കൺ അപ്പ് ഫ്യൂ ചെയർസ് ഫ്രം IIT ചെന്നൈ, നിയോ മോഷൻ പറഞ്ഞ കമ്പനിയുടെ ഒരു വീൽ ചെയർ ഞങ്ങളടുത്ത് വരുന്നുണ്ട്. ഇറ്റ്സ് സപ്പോസ് ടു ബി ദ മോസ്റ്റ് വണ്ടർഫുൾ ആക്റ്റീവ് വീൽ ചെയർ വി ഫൈൻഡ് ഇൻ ഇന്ത്യ. വി ആർ സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്. ഈവൻ ദാറ്റ് ഈസ് സംതിങ് പീപ്പിൾ കനോട്ട് അഫോർഡ്. റോഡിൽ കൂടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പോലെ ഓടിച്ചു പോകാൻ പറ്റുന്ന വീൽ ചെയറാണ്. അതും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഏറ്റവും വില കുറച്ചിട്ട് 40,000, 50,000, 1 ലക്ഷം, 1.25 ലക്ഷം, 1.50 വരെയുള്ള വീൽ ചെയറിൻ്റെ ശ്രേണിയാണ് ഉള്ളത്. അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. നോ ബാങ്ക്സ് എവർ ഗിവ് ലോണ് കൊടുക്കുന്നില്ല. വീൽ ചെയറിനായിട്ട് മാത്രം. നിങ്ങൾക്ക് കുടയ്ക്ക് ലോൺ കിട്ടും, സൈക്കിളിന് കിട്ടും, പേനയ്ക്ക് കിട്ടും, വീൽ ചെയറിന് ലോൺ തരില്ല. കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാം. Yeah. My wife is Prida. I am a husband of a superwoman. She is a lawyer in Thrissur Court. I have 2 children. Daughter is Pooja. She is married and she is in Toronto. രണ്ടാമത്തെ മകൻ +2 കഴിഞ്ഞിട്ട് വെറ്റിനറി അല്ലെങ്കിൽ അഗ്രികൾച്ചറിൻ്റെ അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ സ്വാധീനിക്കുന്ന ഒരു മെൻറ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗുരു. അങ്ങയുടെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? Well, I had my own younger brother, Rajesh, who was on a wheelchair, who was the most positive person I ever have come across. He changed my life. He changed my life and brought me the thought of getting into wheelchair. വീൽചെയറിൻ്റെ ലോകത്തിലേക്ക് അദ്ദേഹമാണ് എന്നെ പിച്ച വെച്ച് എന്നെ നടക്കാൻ പഠിപ്പിച്ചത്. And he taught me how to do. And definitely ഇതിൻ്റെ customization angle, there are 2-3 persons in my previous company. One Mr. Bhargav Sundaram, and Mr. Vijay Kumar, who taught me the techniques of using hydraulic based, actuator based mechanism to alter the kind of
requisition that is required by the patients. അവർക്ക് വേണ്ടി മാന്ത്രിക വിദ്യ പഠിപ്പിച്ചത് ഇവർ രണ്ടുപേരുമാണ്. And definitely I thank my wife who had been supporting all throughout. എൻ്റെ എല്ലാ എക്സെൻട്രിസിറ്റിക്കും താങ്ങും തണലായി നിൽക്കുന്ന എൻ്റെ വൈഫുണ്ട്. She had been all throughout supporting me to go ahead. And today, all my patient friends who are on my wheelchair, they are the greatest source of inspiration. Now, having asked what could be my dream ambition, a world with no disabilities, but honestly, at least disabilities physically can be solved. What about those disabilities which you have in your own mind? Today, we have machines which take you to the bathroom, machines which lift you up from the cot to the wheelchair, machines which take you to the car, inside the car, take you out of the car, machines which take you inside, machines which help you in driving the car. All those things we have collaborated with the world leaders like Vermeiren of Belgium, Pride Mobility USA, Karma Mobility Taiwan, and NeoMotion, which is again from China, the IIT company. And these young engineers throughout the world are doing a yeoman service in developing new kind of products, that we have the tilt in space wheelchair, we have the standard wheelchair, we have the foot elevating wheelchair. It's a very, very different world. And one good thing is that the patients who are on these wheelchairs are quite happy with the product that they have. നിങ്ങൾക്കും എനിക്കും കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് അപ്രാപ്യമായിരുന്നു. ഇപ്പോൾ അവർക്കും ചെയ്യാൻ പറ്റും. ഭക്ഷണം കഴിക്കാൻ പറ്റും, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തവർക്ക് കേൾക്കാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഓൾ ദോസ് തിങ്സ് ആർ ഓൺ ദ വേ. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബെറ്റർ വേൾഡ്. തീർച്ചയായിട്ടും അങ്ങയുടെ ഈ വലിയ സേവനത്തെ സമൂഹത്തിലെത്തിക്കാൻ വ്യൂ പോയിൻറ്റിന് സാധിക്കും. അതിനാലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം. നമസ്കാരം. താങ്ക് യു സോ മച്ച്.